Hi all, welcome back to Career Win Updates. 2024-26 അധ്യയന വർഷത്തേക്കുള്ള DLED അഥവാ TTC കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ DLED കോഴ്സുമായി ബന്ധപ്പെട്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ അതായത് DLED ലാംഗ്വേജ് വിഭാഗം ഹിന്ദി, ഉറുദു, അറബിക്, സംസ്കൃതം എന്നീ 4 ലാംഗ്വേജുകളിൽ DLED കോഴ്സിന് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഇതിൽ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് ജനറൽ DLED എപ്പോഴാണ് അപേക്ഷ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ DLED ലാംഗ്വേജ് വിഭാഗം അപേക്ഷയാണ്. ഇപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും DLED ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൊടുക്കാം. കൂടാതെ ജനറൽ വിഭാഗം അപേക്ഷ വിളിക്കുമ്പോൾ ജനറൽ വിഭാഗത്തിനും അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും. അപ്പോൾ നിലവിൽ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് DLED ജനറൽ വിഭാഗം അപേക്ഷ ഉടൻ തന്നെ ഏകദേശം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ അപേക്ഷ വിളിക്കും. തീർച്ചയായിട്ടും അപേക്ഷ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. കൂടാതെ ശ്രദ്ധിക്കുക, DLED നിലവിൽ ലാംഗ്വേജ് വിഭാഗം DLED അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 1-2 വിഷയങ്ങൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ ഈ വീഡിയോ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്താം. ഇപ്പോൾ DLED ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, നിലവിൽ +2 സബ്ജക്റ്റിൽ ഉദാഹരണത്തിന് അറബിക്ക് DLED ആണെങ്കിൽ +2 അറബി സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ചെയ്യാം. ഇനി ഹിന്ദി ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി ചെയ്തവർക്ക് ഹിന്ദിയിൽ ചെയ്യാം. അതേപോലെ അറബിക്ക് ഉറുദു, അതേപോലെ സംസ്കൃത് സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചവർക്ക് ഈ DLED ലാംഗ്വേജ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും LPയിലും UPയിലും DLED ലാംഗ്വേജ് വിഭാഗം അധ്യാപകരാകുവാൻ ആവശ്യമായിട്ടുള്ള കോഴ്സാണ് ഈ പറയുന്ന DLED. അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമ്മൾ DLED ജനറൽ വിഭാഗം അപേക്ഷ, കൂടാതെ DLED ഹിന്ദിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, DLED വിഭാഗം ഹിന്ദി കോഴ്സിൽ സ്വാശ്രയ വിഭാഗത്തിൽ കൂടി, അതായത് ഏകദേശം ഒരു 50 സീറ്റ് സ്വാശ്രയത്തിലും കൂടി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതിനായിട്ട് സ്വാശ്രയം നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് DLED ഹിന്ദി, അതായത് ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് DLED ഹിന്ദി കോഴ്സിലേക്കുള്ള അപേക്ഷാ ഫോം ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതേ രീതിയിൽ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സ്വാശ്രയ കോളേജിലോട്ടും നിങ്ങൾ അപേക്ഷ കൊടുക്കണം. ബാക്കി ഉറുദു, അതേപോലെ സംസ്കൃത്, അറബിക്ക് ഈ ലാംഗ്വേജിൽ സ്വാശ്രയ വിഭാഗം കോഴ്സില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് 10 രൂപയുടെ ഈ ചലാൻ എങ്ങനെയാണ് അടക്കേണ്ടത്. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ തൊട്ടടുത്ത ട്രഷറിയിൽ പോയതിനു ശേഷം ട്രഷറിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടുന്ന് അടക്കാൻ പറ്റില്ല, അത് ഓൺലൈനായിട്ട് അടക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻറ്റ്സ് അറിയിച്ചിരുന്നു. നിയമപരമായിട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, അതായത് നിങ്ങൾ ഏത് ട്രഷറിയിൽ പോയാലും നിങ്ങൾക്ക് ഈ പറയുന്ന ചലാന് അവിടുന്ന് എടുത്തു തരണം, അതാണ് റൂള്. ഇനി സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഓഫീസിലെ തിരക്കുകൾ കാരണമായിരിക്കാം വിദ്യാർത്ഥികൾ ഇങ്ങനെ മടക്കി അയക്കുന്നത്. ഇനി ഇത് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കണമെന്നുള്ള ചോദിച്ചിരുന്നു. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നവുമില്ല, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓൺലൈനായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നത്. പക്ഷേ ഓൺലൈൻ ചെയ്യുമ്പോൾ ഒരുപാട് സംശയങ്ങളുള്ളത് കൊണ്ടാണ് ഈ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഓഫ്ലൈനായിട്ട് തന്നെ നേരിട്ട് പോയി ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് തന്നെ സ്വന്തമായിട്ട് ഈ പറയുന്ന ചലാൻ ഈ ട്രഷറിയിൽ പോയിട്ട്, അതായത് നിങ്ങൾ ട്രഷറിയിൽ പോവാതെ ഈ ട്രഷറി വഴി എങ്ങനെ ചലാൻ അടക്കാം 10 രൂപയുടെ, അത് നമ്മൾ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സ്വന്തമായിട്ട് വിദ്യാർത്ഥികൾക്ക് തന്നെ ഈ ട്രഷറിയിൽ നിന്ന് പേയ്മെൻറ്റ് ഈ രീതിയിൽ അടക്കാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നോക്കാം. അതായത് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ഈ ട്രഷറി എന്ന് ജസ്റ്റ് അടിക്കുക. ജസ്റ്റ് ഈ ട്രഷറി അടിച്ചാൽ തന്നെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ഈ ട്രഷറി എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ഗവൺമെൻറ് ഓഫ് കേരള ഈ ട്രഷറി എന്ന് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രഷറിയുടെ ഒഫീഷ്യൽ പേജിലോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതായത് നിങ്ങൾ എവിടെയും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് അടക്കാം. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് നോക്കുക. ഇനിയല്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും ഓൺലൈൻ സർവീസ് സെൻ്ററിൽ അക്ഷയയിലൊന്നും പോകേണ്ട ആവശ്യമില്ല, അക്ഷയയിൽ പോയിട്ട് വീണ്ടും ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം കേവലം ഒരു 10 രൂപയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പുറമേ പോയിട്ട്, അല്ലെങ്കിൽ ട്രഷറിയിൽ പോയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അവിടെ ക്യൂ നിൽക്കുന്നു, അവിടെ നിന്ന് വൈകുന്നേരം വരെ അവിടെ ക്യൂ നിൽക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു 10 രൂപയുടെ ചലാന് വേണ്ടിയിട്ട് നിങ്ങൾ ഏകദേശം 200 രൂപ ചിലവഴിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേനെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുത്ത് വെച്ചാൽ മതി, അത്രമാത്രം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് വിദ്യാർത്ഥി നിരന്തരം ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഈ ട്രഷറിയുടെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ treasury.kerala.gov.in എന്നുള്ള ഈ ഒരു സൈറ്റിൽ നിങ്ങൾ കയറുക. അപ്പോൾ ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് സർവീസസ് എന്ന് കാണാൻ സാധിക്കും. ആ സർവീസിൽ നിങ്ങൾ ഒന്നാമതായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ റെസിപ്റ്റ് അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അത് ജനറൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
എഡ്യൂക്കേഷൻ ജനറൽ. സെപ്പറേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക, എഡ്യൂക്കേഷൻ ജനറലാണ്, അതുതന്നെ നിങ്ങൾ കൊടുക്കണം, എഡ്യൂക്കേഷൻ ജനറൽ. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ട്രിക്റ്റ് എവിടെയാണ്, നമ്മളിപ്പോൾ എവിടെയാണ് നമ്മൾ ഹെഡ് ഓഫീസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ട്രിവാൻഡ്രമാണ്, അപ്പോൾ തിരുവനന്തപുരം സെലക്ട് ചെയ്യുന്നു. ഈ ഓർഡറിൽ തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ വരില്ല. ഓക്കെ, ഇനി മൂന്നാമത് നമ്മുടെ ഓഫീസ് നെയിമാണ്. ഓക്കെ, അപ്പോൾ ഓഫീസ് നെയിം പോയിട്ട് നമ്മൾ ജസ്റ്റ് ഓക്കെ ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക, ഓഫീസ് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആ രീതിയിൽ തന്നെ നിർബന്ധമായിട്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റെമിറ്റൻസ് ഹെഡ്. അപ്പോൾ ഏത് ഹെഡിലാണ്, അപ്പോൾ നമ്മൾ നേരത്തെ ഓഫ്ലൈൻ ഫോമിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ശീർഷകത്തിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ശീർഷകം ഏതായിരുന്നു, അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ വായിച്ച് നോക്കുക, 0200 ഓക്കെ, അതായത് 0202 01 102 92. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും 92 അതർ റെസിപ്റ്റ് ഇതാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ ഒരുപാട് കാണാൻ സാധിക്കും 0202 01 102 92 00. ഇതാണ് ഈ പറയുന്ന NV അതർ റെസിപ്റ്റ്. ഇത് തന്നെ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്യും. കാരണം പല വിദ്യാർത്ഥിയും വേറെ ഏതൊക്കെയോ കോളേജിൽ പോയിട്ട് കോളേജിൻ്റെ അക്കൗണ്ടിലൊക്കെ പൈസ അയച്ചിട്ടുണ്ട്, അതൊക്കെ ഇൻവാലിഡാണ്. നിർബന്ധമായിട്ടും ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു സൈറ്റിൽ തന്നെ പോയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഹെഡിൽ നിങ്ങൾ എന്താക്കണം, ഒന്നുകൂടി ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ 92ലുള്ള എൻഡ് ചെയ്യുന്ന ഇതിൽ തന്നെ പോയിട്ട് നിങ്ങൾ എമൗണ്ട്, എത്ര എമൗണ്ട് ആയിരുന്നു, ഓക്കെ 10 രൂപ, ജസ്റ്റ് 10 രൂപ നിങ്ങൾ ഇതിൽ അടിക്കുന്നു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പർപ്പസ്, ഇവിടെ എന്താണ് പർപ്പസ്, ജസ്റ്റ് നിങ്ങളുടെ പർപ്പസ് DLED ലാംഗ്വേജ്. ഇപ്പോൾ ഇതാണ് DLED ലാംഗ്വേജ്, ഹിന്ദിയാണെങ്കിൽ DLED ലാംഗ്വേജ്, DLED അഡ്മിഷൻ ലാംഗ്വേജ് ബ്രാക്കറ്റിൽ ഹിന്ദി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഏത് പർപ്പസ് നിങ്ങൾ ജസ്റ്റ് ആ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ശേഷം നിങ്ങളുടെ നെയിം കൃത്യമായിട്ട് നിങ്ങൾ SLC ബുക്കിൽ അതേ രീതി നിങ്ങൾ നെയിം ടൈപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബാക്കിയുള്ളത് ഇതൊന്നും റെമിറ്റർ കോഡ്, പാൻ കാർഡൊന്നും നിർബന്ധമില്ല, മൊബൈൽ നമ്പർ മാത്രമാണ് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ നെയിമും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഉദാഹരണത്തിന് ജസ്റ്റ് എൻ്റെ പേര് ജസ്റ്റ് ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് സവാദ്. ഓക്കെ, അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ജസ്റ്റ് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ലാസ്റ്റ് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ടോട്ടൽ 10 ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താക്കാം, ഓൺലൈൻ പേയ്മെൻറ്റ്, മാനുവൽ പേയ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ആണ്, പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പേജ് നമുക്ക് ഓൺലൈനായിട്ടുള്ള ഏത് മെത്തേഡ് വഴി നിങ്ങൾക്ക് അതായത് നെറ്റ് ബാങ്കിങ് ഉണ്ട്, നെറ്റ് ബാങ്കിങ് ആക്കാം. ഇനി പേയ്മെൻറ്റ് ഗേറ്റ് വേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് ആണെങ്കിൽ സ്വാഭാവികം നെറ്റ് ബാങ്കിങ് ആണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നെറ്റ് ബാങ്കിങ് ഇല്ലാത്തവർ പേയ്മെൻറ്റ് ഗേറ്റ് വേ 1 ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും. UPI പേയ്മെൻറ്റ് എല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ GR ജനറേറ്റഡ് ഓക്കെ അടിക്കുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത പേജിൽ നമുക്ക് 10 രൂപയുടെ ഏത് വഴിയാണ് അതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാർഡുണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്, UPI ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് കാർഡ് ഉള്ളവരാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങളുടെ കാർഡ് ഡെബിറ്റ് കാർഡ് അടിച്ചു കൊടുക്കുന്നു. നിങ്ങൾ കാർഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഏതാണോ വിസ കാർഡ് മാസ്റ്റർ കാർഡാണോ അത് അടിച്ചു കൊടുക്കുന്നു, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി കാർഡൊന്നും ഇല്ല, UPI ആണെങ്കിൽ UPI ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്താക്കുന്നു, ജസ്റ്റ് UPI വഴി ഏതാണ്, Paytm ആണോ, ഫോൺ പേ ആണ്, ഗൂഗിൾ പേ ആണ്. അപ്പോൾ ഗൂഗിൾ പേ നിങ്ങൾ UPI അഡ്രസ്സ് അടിച്ചു കൊടുക്കുന്നു. അതുപോലെ ഏതാണോ UPI അതായത് ഗൂഗിൾ പേയുടെ അഡ്രസ്സ് ഉണ്ടല്ലോ നമ്മുടെ പ്രൊഫൈലിൽ, അതേ രീതിയിൽ ജസ്റ്റ് അത് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യുന്നു, പേ നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 10 രൂപ ഡിഡക്റ്റ് ആകും. വളരെ സിമ്പിളാണ്. അതിനുശേഷമുള്ള ആ റെസിപ്റ്റ് നിങ്ങൾ മൊബൈൽ ഫോണിൽ ചെയ്യുന്നവർ ഡൗൺലോഡ് ചെയ്തിട്ട് പുറമെ പോയിട്ട് പ്രിൻ്റ് എടുത്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്താൽ മതി. ഈ ഒരു ചലാൻ കോപ്പി മാത്രമാണ് വെക്കേണ്ടത്. പല വിദ്യാർത്ഥികളും പല കോളേജിൻ്റെയൊക്കെ പേരിലൊക്കെ DD എടുത്തിട്ട് ചലാൻ എടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, അത് മിസ്റ്റേക്കാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ രീതിയിൽ തന്നെ ഈ ട്രഷറിയിൽ പേയ്മെൻറ്റ് അടക്കുക. നിങ്ങൾ ഡയറക്റ്റ് ട്രഷറിയിൽ പോയിട്ട് അടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ ചെയ്യുക. വെറുതെ നിങ്ങൾ പുറത്തൊക്കെ പോയിട്ട് നിങ്ങൾ ക്യൂ നിന്ന് നിങ്ങൾ ദിവസവും സമയമൊന്നും എക്സ്ട്രാ എമൗണ്ടൊന്നും ചിലവഴിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ തന്നെ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് നമ്മുടെ ആ അപേക്ഷാ ഫോമിൻ്റെ കൂടെ ഈ പറയുന്ന ചലാൻ്റെ പ്രിൻ്റ് ഔട്ടും കൂടാതെ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഫോമിൽ ഒരു കവറിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു അഡ്രസ്സിൽ നിങ്ങൾ പരമാവധി 6-ം തീയതിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ 7-ം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അയക്കുക. കാരണം 10-ം തീയതിക്ക് തിരുവനന്തപുരം ഓഫീസിലെത്തണം. ഈ രീതിയിൽ നിങ്ങൾ അയക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ TTC കോഴ്സിൻ്റെ ലാംഗ്വേജ് വിഭാഗം കോഴ്സുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും ജനറൽ വിഭാഗത്തിൻ്റെയും അഡ്മിഷൻ ഉടൻ തന്നെ വിളിക്കും. തീർച്ചയായിട്ടും മുഴുവൻ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ ചാനൽ അറിയിക്കും. അപേക്ഷ വിളിച്ച് ഉടനെ തന്നെ നിങ്ങൾ പോയിട്ട് ആരും അപേക്ഷ നിങ്ങൾ കൊടുക്കരുത്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ അപേക്ഷ വിളിച്ച് സ്പോട്ടിൽ അറിയിച്ചില്ലെങ്കിലും അല്പം വൈകിട്ടാണെങ്കിലും കൃത്യമായിട്ട് ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലേക്ക് നിർബന്ധമായിട്ട് നിങ്ങൾ എനാബിൾ ചെയ്ത് വെക്കുക. പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.